Namaskaram. In the first part of today's class, we will discuss about electric dipole, and we will also understand a few quantities related to an electric dipole. In the second part, we will derive an equation for electric field at a point on the axial line of an electric dipole. And finally, in the third part, we will derive an equation for electric field on the perpendicular bisector of an electric dipole. The word electric dipole has got two parts, electric and dipole. And the dipole also has got two parts. First part is di and second part is pole. Di എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്നാണ് അർത്ഥം. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണോ പഠിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. ഇപ്പോൾ ജിയോഗ്രഫി ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ പോൾ എന്ന് വെച്ചാൽ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം. മാഗ്നറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോളുകൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ. ഇലക്ട്രിസിറ്റിയിൽ പോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡൈപോൾ എന്നുള്ള വാക്കിനകത്ത് രണ്ട് എന്നുള്ള വാക്കും ചാർജ് എന്നുള്ള വാക്കും വന്നുകൊണ്ട് ഒരു ഡൈപോളിൽ രണ്ട് ചാർജുകൾ ഉണ്ടാകും. സോ വാട്ട് ഈസ് എ ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡൈപോൾ ഈസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒരു പോസിറ്റീവ് ചാർജും ഈക്വൽ എമൗണ്ട് നെഗറ്റീവ് ചാർജും, ഒരു പോസിറ്റീവ് ചാർജും ഈക്വൽ നെഗറ്റീവ് ചാർജുമുള്ള രണ്ട് ബോഡികൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഒരു ഡൈപോൾ എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഈ ചെറിയ സെപ്പറേഷൻ എന്ന് പറയുമ്പം ഈ രണ്ട് ചാർജുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടാവണമെന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ ഒരു ചെറിയ റോഡിന്റെ രണ്ടറ്റങ്ങളിൽ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും വെച്ചാൽ അതൊരു ഡൈപോൾ തന്നെയാണ്. പക്ഷെ ആ മരം അവിടെ വേണമെന്നൊന്നുമില്ല. വെറുതെ സ്പേസിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള സ്ഥലം വാക്വം ആണെങ്കിൽ പോലും, ഇടയിലുള്ള ഈ സ്ഥലം വാക്വം ആണെങ്കിൽ പോലും അതൊരു ഇലക്ട്രിക് ഡൈപോൾ തന്നെയാണ്. അപ്പോൾ ഡൈപോളിലെ രണ്ട് ചാർജുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ വാട്ട് ഈസ് എ ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വിത്ത് എ വെരി സ്മോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. വളരെ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഡൈപോളുമായി ബന്ധപ്പെട്ട ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡൈപോൾ ലെങ്ത്? നീളമാണ്, രണ്ട് ചാർജുകൾക്കിടയിലുള്ള നീളത്തിനെയാണ് ഡൈപോൾ ലെങ്ത് എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി അല്ല. സാധാരണ ലെങ്ത് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഡൈപോൾ ലെങ്ത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി അല്ല, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹൗ ഡു വി റിപ്രസെന്റ് ഡൈപോൾ ലെങ്ത്? സാധാരണ നമ്മൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരത്തിനെ എ എന്നോ ബി എന്നോ ഉള്ള ലെറ്ററുകൾ കൊണ്ടാണ് റിപ്രസെന്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഡൈപോൾ ലെങ്തിനെ നമ്മൾ എ എന്നല്ല റിപ്രസെന്റ് ചെയ്യുക, 2a എന്നാണ് റിപ്രസെന്റ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് ഈ 2a എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്? എളുപ്പത്തിൽ റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എ എന്നുള്ള സിംഗിൾ ലെറ്റർ ഉപയോഗിച്ചാൽ പോരെ എന്നുള്ള സംശയമൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുന്ന സമയത്ത് ആ സംശയം തീരും. അപ്പോൾ ഡൈപോൾ ലെങ്ത് 2a ആണ് ഈ കേസിൽ. ഈ ചാർജ് മുതൽ ഈ ചാർജ് വരെയുള്ള ദൂരം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. Now what is the direction of dipole length? The direction of dipole length is from the negative charge to the positive charge. അപ്പോൾ ഈ കേസിൽ ഡൈപോൾ ലെങ്ത്തിന്റെ ദിശ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ ഡൈപോളുമായി ബന്ധപ്പെട്ട ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. ഇറ്റ് ഈസ് കോൾഡ് ഡൈപോൾ ലെങ്ത്. ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ ലെങ്ത് ഈസ് ഫ്രം ദി നെഗറ്റീവ് ചാർജ് ടു ദി പോസിറ്റീവ് ചാർജ്. ഡൈപോളുമായി ബന്ധപ്പെട്ട അടുത്ത വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൂവ്മെന്റ്. ഡൈപോൾ മൂവ്മെന്റ്. Electric dipole moment is defined as the product of magnitude of one of the charges. ഈ രണ്ട് ചാർജുകളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പം പ്ലസ് ക്യൂവിന്റെ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അത് ക്യൂ ആണ്. അതേപോലെ ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അതും ക്യൂ തന്നെയാണ്. അപ്പം ഈ രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡുകളിൽ ഏതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുക. സോ ക്യൂ രണ്ട് ചാർജുകളെയും ഈക്വൽ ആയതുകൊണ്ട് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇൻറ്റു അതിനെ ഡൈപോൾ ലെങ്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ചാർജ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ഡൈപോൾ ലെങ്ത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഈസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ്? ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷനിൽ നിന്നാണ് കിട്ടുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്, അത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഒരു വെക്ടറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ വെക്ടറിനെ ഗുണിക്കാൻ ഉപയോഗിച്ച അതേ വെക്ടറിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഈസ് ദ സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ ലെങ്ത്. എന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഈസ് ഫ്രം ദ നെഗറ്റീവ് ചാർജ് ടു ദി പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ
നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ കൂളം മീറ്റർ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇനി ഈ ഡൈപോൾ മൊമെന്റിന്റെ ലെറ്റർ റിപ്രസെന്റ് ഉപയോഗിക്കുന്ന ലെറ്റർ P ആണെന്ന് പറഞ്ഞത് ക്യാപിറ്റൽ P അല്ല, സ്മോൾ ലെറ്റർ P ആണ്. സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to Q into Q. Okay. ഇനിയുള്ള ഡെറിവേഷനുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ചില ആൾക്കാർക്ക് അത് ഓൾറെഡി അറിയുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിതാണ്. സപ്പോസ് ദാറ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് 1/a മൈനസ് 1/b. നമുക്ക് ചെറിയ ക്ലാസ്സിനറിയാം LC എടുത്തിട്ടൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുള്ളൊരു വഴിയാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. B ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മൈനസ് ഇടയിലിടുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ a into 1 is a ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിക്കുക, a into b. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയുള്ള ഈ മെത്തേഡാണ് നമ്മുടെ ഇനിയുള്ള ഡെറിവേഷനിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്ത ഡെറിവേഷനുകൾക്ക് ആവശ്യമുള്ള മറ്റു ചില സംഗതികളാണ് a plus b whole squared. ഇതിൻ്റെ വാല്യൂ അറിയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു a squared plus 2ab plus b squared. ഇതാണ് നമുക്കറിയാം. അതേപോലെ a plus b into a minus b. a plus b into a minus b is equal to, ഇത് നിങ്ങൾക്കറിയാം, a squared minus b squared ആണെന്ന് പറയാം. പിന്നെ a plus b whole squared into a minus b whole squared എന്ന് എഴുതുന്നതിന് പകരം a plus b into a minus b ഇങ്ങനെ ഇതിൻ്റെ മൊത്തത്തിൽ സ്ക്വയർ ഇങ്ങനെ ഇട്ടിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു a squared. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് a squared മൈനസ് b squared ആണ്. പുറത്ത് ആരുണ്ട്? വീണ്ടും ആരുണ്ട്? ഒരു സ്ക്വയറിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡെറിവേഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിങ്ങനെ പറയില്ല, ഇതിൻ്റെ ഉത്തരങ്ങൾ നേരിട്ട് എഴുതുക മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ എക്സ് ടു ദ പവർ ഓഫ് എ ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് ബി വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് എ പ്ലസ് ബി ആണ്. എക്സ് ടു ദ പവർ ഓഫ് എ പ്ലസ് ബി ആണ്. ആൻഡ് സിമിലർലി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് 1/2. സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുത്ത ഡെറിവേഷനുകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. അപ്പോൾ ഒരു ഡൈപോള് AB എന്ന് റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ. എയിൽ പോസിറ്റീവ് ചാർജ്, ബിയിൽ ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ്. AB ഈക്വൽ ടു 2a ഇസ് എ ഡൈപോൾ ലെങ്ത്. എ മുതൽ O ഈ ഡൈപോളിൻ്റെ ലെങ്ത്തിൻ്റെ മിഡ് പോയിന്റ് ആണ് O എന്ന് വിചാരിക്കുക. സോ AO ഈക്വൽ ടു BO ഈക്വൽ ടു സ്മോൾ a. ഈ ദൂരം സ്മോൾ a ആണെന്ന് വിചാരിക്കുക, ഈ ദൂരം ഈ സ്മോൾ a വരും. ഓക്കെ. നൗ വാട്ട് ഈസ് എ ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ? ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് ഡൈപോളിൻ്റെ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ കടന്നു പോകുന്ന ഏതൊരു സ്ട്രെയിറ്റ് ലൈനെയും നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് വിളിക്കും. അപ്പോൾ ഞാനിപ്പോൾ നീട്ടി ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുന്നത് ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോളാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തേക്കും വരയ്ക്കാറ്. നമ്മൾ വലത്തോട്ട് വരച്ചു. ആക്സിയൽ ലൈനിൻ്റെ മുകളിലത്തെ ഒരു പോയിന്റാണ് P. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ചാർജുകളുണ്ട്, +Q ഉണ്ട്, -Q ഉണ്ട്. ഒരു ചാർജ് കാരണം ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പോയിന്റ് Pയിൽ എയിൽ വെച്ചിരിക്കുന്ന ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കും. നൗ സപ്പോസ് that electric field is represented as vector EA. Vector EA equal to 1/4πε0 ചാർജ് Q ആണ്. സോ ഇൻറ്റു Q ഡിവൈഡഡ് ബൈ AP സ്ക്വയർ. A മുതൽ P വരെയുള്ള ദൂരം, AP സ്ക്വയർ. ഇനി ഇതിനൊരു ദിശ കൂടി കൊടുക്കാണ്ട് നമുക്ക് കൊടുക്കാം. അതിന് മുമ്പ് AP യുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് പോയിന്റ് P ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ r. ഈ പോയിന്റ് Pയിൽ നിന്നും സ്മോൾ r ദൂരത്തിലാണ്, പോയിന്റ് എയിൽ നിന്നും ഓയിൽ നിന്നും സ്മോൾ r ദൂരത്തിലാണ് പോയിന്റ് P കിടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം ഈ AP എന്ന് പറയുന്ന ദൂരം AO പ്ലസ് OP കൂടി ചേർന്നത്. AO എന്ന് പറയുന്നത് സ്മോൾ a ആണ്, OP എന്ന് പറയുന്നത് സ്മോൾ r ആണ്. സോ
സോ അപ്പം ഈ എ പിയുടെ സ്ഥാനത്ത്, എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ഇവിടുന്ന് ഇവിടം വരെ എ ഉണ്ട്, ഈ ദൂരം എ ഉണ്ട്, ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ആറും ഉണ്ട്. സോ എ പി സ്ക്വയറിന് പകരം ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ? അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്കായിരിക്കും. പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്ക് എന്നുള്ളത് എയും പിയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാ പറയുക? ഫ്രം എ ടു പി. Similarly, what is the electric field at P due to the charge placed at B? ബിയിൽ വെച്ചിരിക്കുന്ന ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയിന്റ് ബിയിൽ നിന്നും പോയിന്റ് പിയിലേക്കുള്ള ദൂരമാണ്. ഒ മുതൽ പി വരെയുള്ള ദൂരം ആറാണ്, ഒ മുതൽ ബി വരെയുള്ള ദൂരം എ ആണ്. അപ്പൊ ആറിൽ നിന്നും ഈ സ്മോൾ എ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ദൂരമാണ് ഈ ദൂരം, വിച്ച് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എ. Therefore, electric field at P due to the charge at B is given by vector EB equal to, ബിയിലെ ചാർജ് കാരണം എന്നാണ് ഈ താഴെ എഴുതിയ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരും, ഇവിടെ മൈനസ് ക്യൂ എന്ന് പറഞ്ഞത് കാരണം മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡാണല്ലോ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ആ മൈനസ് ക്യൂ ഇടുമ്പോഴുള്ള ഇഫക്റ്റ് അതിനകത്ത് ഉൾപ്പെടും. എന്താ മൈനസ് ക്യൂ ഇടുമ്പോഴുള്ള ഇഫക്റ്റ്? നെഗറ്റീവ് ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിന് അടുത്തേക്കാണ്. അതാണ് ഈ മൈനസ് ക്യൂ അവിടെ കൊടുക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം. അപ്പൊ നെഗറ്റീവ് ക്യൂ കാരണം പോയിന്റ് പിയിലുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ബിയുടെ അടുത്തേക്കാന്നുള്ളത് ബി എന്ന ലെറ്ററും പി എന്ന ലെറ്ററും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുക? ഫ്രം പി ടു ബി, ഫ്രം പി ടു ബി. അപ്പൊ എ ടു പി എന്ന് വെച്ചാൽ വലത്തോട്ടാണ്, ബി ടു പി എന്ന് വെച്ചാൽ ഇടത്തോട്ടാണ്. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ്. വാട്ട് ഇസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി? പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് പോയിന്റ് പി. നമ്മൾ മുമ്പത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ ആലോചിച്ചാൽ മതി. അപ്പം വാട്ട് ഇസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി? രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളാണ് പോയിന്റ് പിയിൽ ആക്ട് ചെയ്യുന്നത്. വാട്ട് ഇസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ആണ് എന്ന് വിചാരിക്കാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. പോയിന്റ് പിയിൽ ഒരു +1 കൂളും വെച്ച് കഴിഞ്ഞാൽ, ആ +1 കൂളും, ഇതാണ് +1 കൂളും എന്ന് വിചാരിക്കാം. ആ +1 കൂളുമിനെ ഇ എ എന്ന് പറയുന്ന ഫോഴ്സ്, ആദ്യം എഴുതിയ ഇക്വേഷൻ ഇ എ എന്ന് പറയുന്ന ഫോഴ്സ്, അത് വലത്തോട്ടാണ്, എയിൽ നിന്ന് പിയിലേക്ക് വലത്തോട്ട് പിടിച്ചു വലിക്കുന്നത്. +1 കൂളുമിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ +1 കൂളുമിന്റെ മുകളിൽ ഈ എയിൽ വെച്ചിരിക്കുന്ന ചാർജ് ഇ എ ഫോഴ്സ് ആണ് പ്രയോഗിക്കുന്നത്, അങ്ങോട്ട് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അതേ +1 കൂളുമിന്റെ മുകളിൽ ബിയിൽ വെച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ഇ ബി ഫോഴ്സ് ആണ് പ്രയോഗിക്കുന്നത്, അത് ഇടത്തോട്ടാണ്, അത് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇ ബി എന്ന് പറയുന്ന ഫോഴ്സ് ഇടത്തോട്ടായിരിക്കും. അപ്പൊ പോയിന്റ് പിയിൽ +1 കൂളും വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഫീൽ ചെയ്യും. ഇ എ വലത്തോട്ട്, ഇ ബി ഇടത്തോട്ട്. ആ രണ്ട് ഫോഴ്സുകളുടെയും കൂടെ നെറ്റ് ഇഫക്റ്റ് വെക്ടർ ഇ ആണെങ്കിൽ, രണ്ടിന്റെയും കൂടെ നെറ്റ് വാല്യൂ വെക്ടർ ഇ ആണെങ്കിൽ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് വെക്ടർ ഇ ആണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ബോഡിയുടെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് വെക്ടറുകൾ ആയിട്ട് കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അതിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ ഇ ബി ആണ് വലുത്, ചെറുത് ഏതാന്ന് വെച്ചാൽ വെക്ടർ ഇ എ ആണ് ചെറുത്. അതെന്തുകൊണ്ടാണ് വെക്ടർ ഇ ബി വലുതായി പോയത്? ഇവിടെ നിങ്ങൾ നോക്കുക, 1/4πε0 ഇവിടെയുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് തീരുമാനിക്കുന്നതിൽ ഇയാൾക്ക് പങ്കില്ല, രണ്ടും ഈക്വൽ ആണ്. മുകളിൽ ക്യൂ ഉണ്ട്. അപ്പൊ അയാൾക്കും പങ്കില്ല. പിന്നെ ഈ വാല്യൂവിനെയും ഈ ഫോഴ്സിനെയും വ്യത്യസ്തമാക്കുന്നത് ബാക്കിയുള്ള ഡിനോമിനേറ്റർ ആണ്. ഇവിടെ r+a ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ r - a ഹോൾ സ്ക്വയർ ഉണ്ട്. ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ റേഷ്യോ ചെറുതായിരിക്കും, ഡിനോമിനേറ്ററിൽ ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ റേഷ്യോ വലുതായിരിക്കും. നമുക്കറിയാം r - a ഈസ് ലെസ് ദാൻ r+a, r+a കുറവാണ്. അതുകൊണ്ട് ഇ ബിയുടെ വാല്യൂ, ഇ എയുടെ വാല്യൂ, ഈ വെക്ടറിന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ ഇതിനേക്കാൾ കുറവാണ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് ഈസ് magnitude of EB minus magnitude of EA. That is equal to ഈ രണ്ടിൽ ഇ ബിയിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബിയിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എയിലും കോമൺ ആയിട്ട് Q/4πε0 ഉണ്ട്. Q ഡിവൈഡഡ് ബൈ 4πε0. ഇനി ഡിഫറൻസ്, ഈ രണ്ട് ആൾക്കാർ വ്യത്യാസമുണ്ട്. അത് ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ഇ എയുടെ മാഗ്നിറ്റ്യൂഡ്. ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡ് Q/4πε0 × 1/r - a ഹോൾ സ്ക്വയർഡ് ആണ്, r - a ഹോൾ സ്ക്വയർ.
മൈനസ് ഇ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/r+a ഹോൾ സ്ക്വയർ ആണ്. 1/r+a ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു LCM എടുക്കുക, r+a ഹോൾ സ്ക്വയർ മൈനസ് r - a ഹോൾ സ്ക്വയർ divided by r+a into r minus a whole square. Now what is r a? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a minus b into a plus b, a minus b into a plus b, r minus a into r plus a, r squared minus a squared. So denominator r squared minus a squared ഉണ്ട്, അതിൻ്റെ പുറത്ത് രണ്ടിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്, ഹോൾ സ്ക്വയർ, r squared minus a squared whole square. Okay. ഇനി ഇത് a plus b whole squared minus a minus b whole squared ഇതുപോലെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r സ്ക്വയർഡ് പ്ലസ് 2ra പ്ലസ് a സ്ക്വയർഡ് മൈനസ് ഈ മൈനസ് ആയിട്ടിരിക്കുന്നത് ഇനി ബ്രാക്കറ്റിനകത്ത് ഇടണം, r സ്ക്വയർഡ് മൈനസ് 2ra പ്ലസ് a സ്ക്വയർഡ് divided by r squared minus a squared whole square. ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ. ഇതിന്റെ ബാക്കിയാണ് ഇപ്പുറത്ത് എഴുതാൻ പോകുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P is equal to q divided by 4πε0 ഇൻറ്റു ഇതിന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി ഇവിടെ തന്നെ മാറ്റി വയ്ക്കുക. ഈ ബ്രാക്കറ്റ് മാറ്റി -1 ഇൻറ്റു ആർ സ്ക്വയർ. സോ മൈനസ് ആർ സ്ക്വയർ, ഇത് മൈനസ് ആർ സ്ക്വയർ വരും, -1 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, -1 ഇൻറ്റു -2ra പ്ലസ് 2ra -1 ഇൻറ്റു പ്ലസ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ടേം മൈനസ് ആർ സ്ക്വയർഡായി മാറും, രണ്ടാമത്തെ ടേം പ്ലസ് 2ra ആയി മാറും, മൂന്നാമത്തെ ടേം മൈനസ് a സ്ക്വയർഡ് ആയിട്ട് മാറും. ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇനി ആരൊക്കെ ക്യാൻസൽ ചെയ്യാണ്ട്, ആർ സ്ക്വയർഡ് മൈനസ് ആർ സ്ക്വയർഡ് 0 കൂട്ടിക്കഴിഞ്ഞാൽ 0, പ്ലസ് a സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് കൂട്ടിക്കഴിഞ്ഞാൽ 0, പ്ലസ് 2ra പ്ലസ് 2ra. സോ 4ra 2ra പ്ലസ് 2ra 4ra ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് ഹോൾ സ്ക്വയർ, ആർ സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് പരിചയമുള്ള രൂപത്തിലേക്ക് നമുക്ക് q ബൈ 4πε0 എഴുതുന്നതിനേക്കാൾ പരിചയം 1/4πε0 എന്ന് എഴുതുന്നതാണ്. സോ 1/4πε0 ഇൻറ്റു ഇതിൽ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തുക. നമ്മൾ 2a എന്ന് എടുക്കുക, 2a ഇൻറ്റു 2r, ബാക്കി ഇവിടെ ഒരു 2r ഉണ്ട്, ഇൻറ്റു ഈ q എഴുതാനുണ്ട്, ഇൻറ്റു q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് 2a ഇൻറ്റു q? ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2a ഇൻറ്റു q ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഇൻറ്റു ബാക്കി ആരാ വന്നിരിക്കുന്നത് 2r ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് ഹോൾ സ്ക്വയർ. അങ്ങനെ 2 ഇപ്പുറത്തേക്ക് എഴുതാം. സോ 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് p ഇൻറ്റു r divided by r squared minus a squared whole squared. So this is the magnitude of electric field at point P. ഡൈപോളിന്റെ ആക്സിൽ ലൈനിന്റെ മുകളിലത്തെ ഒരു പോയിന്റ് ആയ P, അത് ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും r ദൂരത്തിലാണ്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 2 ഇൻറ്റു മോഡുലസ് ഓഫ് p ഇൻറ്റു r ഡിവൈഡ് ബൈ r സ്ക്വയർ മൈനസ് a സ്ക്വയർഡ് ഹോൾ സ്ക്വയർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ കൂടി വേണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ളൂ. എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ? നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? വലിയ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും ചെറിയ ഇലക്ട്രിക് ഫീൽഡിന്റെ വലിയ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്നും ചെറിയ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചപ്പോഴാണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏതാ ഡയറക്ഷൻ വരിക? രണ്ട് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ബോഡി +1 കൂളുമാണ്. രണ്ട് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലുതിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ വലുത് എന്ന് പറയുന്നത്
ഇ ബി ആണ്. ഇ ബിയുടെ ദിശ എന്ന് പറയുന്നത് പിയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പം നമ്മൾ ഈ ഇക്വേഷന് ശേഷം ഫ്രം പി ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ, ഫ്രം പി ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മുഴുവൻ ഫോം ഡയറക്ഷൻ ഉൾപ്പെടെ മാഗ്നിറ്റ്യൂഡ് ഇത്രയും ഭാഗമുണ്ട്, ഡയറക്ഷൻ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മോഡുലസ് വെക്ടറി എന്നുള്ള മാഗ്നിറ്റ്യൂഡിന്റെ 2 വരകൾ മായ്ച്ചു കളഞ്ഞ് വെക്ടറി ആക്കി മാറ്റിയത്. ഓക്കെ, നൗ സപ്പോസ് ദാറ്റ് പോയിന്റ് പി ഈസ് ഫാർ അവേ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും വളരെ വളരെ ദൂരെയാണ് പോയിന്റ് പിയുടെ സ്ഥാനം എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി എഴുതുക? നമ്മൾ പോയിന്റ് പിയുടെ സ്ഥാനം വളരെ ദൂരെയാന്നുള്ള കാര്യം എങ്ങനെയാണ് മാത്തമാറ്റിക്കലി എഴുതാം? ശ്രദ്ധിക്കാം, അതിങ്ങനെയാണ് എഴുതുക. ആർ എന്ന് പറയുന്ന ആൾ വളരെ വളരെ കൂടും. പിയുടെ സ്ഥാനം കുറേ അപ്പുറത്തേക്കാണെങ്കിൽ ആറിന്റെ വാല്യൂ വളരെ കൂടും. അപ്പോൾ ആറിന്റെ വാല്യൂ വിൽ ബി ഫാർ ഗ്രേറ്റർ ദാൻ ആരുടെ വാല്യൂ? എയേക്കാൾ. ആറിന്റെ വാല്യൂ എയുടെ വാല്യൂക്കാൾ ഫാർ ഗ്രേറ്റർ ദാൻ ആയി മാറും, ഫാർ വളരെയധികം കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഈ ഡിനോമിനേറ്ററിലെ സ്ക്വയർ ഇത് ഇതിനെ നോക്കാതെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മാത്രം നോക്കുക. ദെൻ ആർ സ്ക്വയേർഡ് മൈനസ് എ സ്ക്വയേർഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ തന്നെ വളരെ വലുതാണ് എയുമായി താരതമ്യം ചെയ്യുമ്പോൾ, അപ്പോൾ ആർ സ്ക്വയർ പിന്നെയും വലുതാണ്. അതുകൊണ്ട് എ സ്ക്വയർഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർ സ്ക്വയറിന്റെ വാല്യൂ ആർ സ്ക്വയർഡുമായി താരതമ്യമുള്ള എ സ്ക്വയറിന്റെ വാല്യൂ നെഗ്ലിജിബിളി സ്മോളായി മാറും. അതുകൊണ്ട് ആർ സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ. അത് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തേക്ക് കൊടുത്തേക്കാം. Therefore, vector E is equal to, therefore magnitude of vector E is equal to 1 by 4 pi epsilon 0 into 2 into vector P യുടെ magnitude into R divided by R squared minus A squared whole squared ന് പകരം R squared minus A squared ന്റെ സ്ഥാനത്ത് R squared മാത്രമേ വരുള്ളൂ. R squared whole squared വരും. R squared whole squared എന്ന് പറഞ്ഞാൽ R to the power of 4 വരും. സോ ആർ ടു ദ പവർ ഓഫ് 4. ഇവിടെ ഉള്ളൊരു ആറും ഇവിടുത്തെ r⁴ ഒരു ആറും കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കി r³ വരും. സോ മോഡുലസ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into 2 into modulus of p divided by r³. So that is the approximate equation to find the magnitude of vector p, magnitude of the electric field due to an electric dipole at a point on its axial line if the point is far away from the center of the dipole, from the midpoint of the dipole. Okay, simple derivation ആണ്. നീളം കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. Next we are going to derive an equation for the electric field on the perpendicular bisector of an electric dipole. Now perpendicular bisector is also called the equatorial line. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോള്. എ ബി ആണ് ഡൈപോൾ. എയിൽ പോസിറ്റീവ് ചാർജും ബിയിൽ ഈക്വൽ എമൗണ്ട് നെഗറ്റീവ് ചാർജും. ഒ ആണ് ഡൈപോളിന്റെ മിഡ് പോയിന്റ്. അതിലൂടെ കടന്നു ഡൈപോളിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഡൈപോൾ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് വെച്ചാൽ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ഇങ്ങനെ ചരിച്ചൊരു വര വരച്ചാലും 2 തുല്യ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വര വരച്ചിട്ടാണ് 2 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പെർപെൻഡിക്കുലർ ലൈനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മുകളിലത്തെ ഒരു പോയിന്റ് ആണ് പി എന്ന് വിചാരിക്കുക, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡൈപോൾ. അപ്പോൾ ഡൈപോളുമായി ബന്ധപ്പെട്ട ലെങ്ത്തുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൈപോൾ ലെങ്ത് ഈസ് 2a, OA ഈക്വൽ ടു OB ഈക്വൽ ടു സ്മോൾ എ, OB equal to OA equal to small a each. O മുതൽ പി വരെയുള്ള ദൂരം ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ ദൂരം സ്മോൾ ആർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ പോയിന്റ് പിയിൽ ഉള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്സ് എക്സെർട്ടഡ് ബൈ +q ആൻഡ് -q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദി ചാർജ് അറ്റ് എ, നമ്മളതിനെ ഇ എ എന്ന് റിപ്രസെന്റ് ചെയ്യുക. വെക്ടർ ഇ എ ഈക്വൽ ടു 1 by 4 pi epsilon 0 q divided by a മുതൽ p വരെയുള്ള ദൂരത്തിന്റെ സ്ക്വയർ, AP സ്ക്വയർ. ഇനി അതിന്റെ ദിശ എങ്ങോട്ടാണ് വരിക? ദിശ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഈ ദൂരം അടയാളപ്പെടുത്തുക. ഇതാണ് AP എന്ന് പറയുന്ന ദൂരം. പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്കായിട്ടാണ് അയക്കുക. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ AP. വെക്ടർ APയുടെ ദിശ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ AP അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇ എ. വെക്ടർ ഇ എയുടെ ദിശ അങ്ങോട്ടാണ്.
This is the direction of vector EA. Now suppose that this angle is theta. This angle theta ആണ് area. Similarly, what is the electric field at P due to the other charge? ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അത് വെക്ടർ ഇ ബി ആണ് വിചാരിക്കുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇ ബി ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ഏതാ ഡിസ്റ്റൻസ് വരിക പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാഗ്നിറ്റ്യൂഡ് ബി പി വരും. സോ ബി പി സ്ക്വയർ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇ ബി? പോയിന്റ് പിയിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ബിയുടെ ദിശ എങ്ങോട്ടാണ് വരിക? നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കാണ് നമുക്കറിയാം. അപ്പം ആദ്യം ആ ദൂരം അടയാളപ്പെടുത്തുക. ഇതാണ് പി ബി എന്ന് പറയുന്നത്. ബി പി എന്ന് പറയുന്ന ദൂരം ഇതാണ്. പിയിൽ നിന്നും ബിയിലേക്കായിട്ടാണ് വെക്ടർ ഇ ബിയുടെ ദിശ ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജസ് ടുവേർഡ്സ് ദാറ്റ് ചാർജ് എന്നുള്ള അറിവാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ടും ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ട് ആയതുകൊണ്ടും ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇവിടുത്തെയും ആംഗിളിന്റെ വാല്യൂ തീറ്റ വരും. Now make a comparison between these two, the magnitudes of these two vectors. 1/4πε0 ഇവിടെയുണ്ട്, Q ഇവിടെയുണ്ട്, AP സ്ക്വയർഡ് ഇവിടെ BP സ്ക്വയർഡ്. Now ഈ നേരത്തെ പറഞ്ഞ അതേ കാരണം കൊണ്ട് ഈ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ട് ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടിലുള്ള ഒരു പോയിന്റ് ആണ് പി. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന അതേ ദൂരം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവുക. വിച്ച് മീൻസ് ദാറ്റ് AP is equal to BP. APയുടെയും BPയുടെയും വാല്യൂ ഈക്വൽ ആണ്. ആൻഡ് therefore magnitude of vector EA is equal to magnitude of vector EB. Magnitude of vector EA is equal to magnitude of vector EB. രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ഇനി ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കയറി വരികയാണെങ്കിൽ പകരം ആരെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ഇ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. Now you draw a straight line which is parallel to AB passing through P. പിയിലൂടെ കടന്നു പോകുന്നതും എ ബിക്ക് പാരലൽ ആയതുമായ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിളിന്റെ വാല്യൂ എത്രയാണ് വരിക? ദ വാല്യൂ ഓഫ് ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു പി. ഇതേ ആംഗിൾ തന്നെയാണ് ഇവിടെ വരിക. പറഞ്ഞാൽ ഈ ലൈൻ നീട്ടി വരച്ചതാണ് ഇത്. ഈ അടിയിൽ വരച്ചിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്, ഈ പാരലൽ ആണ് ഈ വരച്ചിരിക്കുന്നത്. സോ ആംഗിളിന്റെ വാല്യൂ സെയിം തന്നെ. രണ്ട് വരകൾക്കിടയിലുള്ള അതേ ആംഗിൾ തന്നെയാണ് അവയ്ക്ക് പാരലൽ ആയിട്ടുള്ള രണ്ട് വരകൾക്കിടയിലും വരിക. ഓക്കെ. ഇനി ഇതും ഒരു സ്ട്രേറ്റ് ലൈൻ, അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു സ്ട്രേറ്റ് ലൈൻ ആണ് ഇത്. ഈ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഈ വരച്ചിരിക്കുന്നത്. നമുക്കറിയാം പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന രണ്ട് സ്ട്രേറ്റ് ലൈനുകൾക്കിടയിൽ വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിളുകളുടെ വാല്യൂകളും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ആംഗിളും തീറ്റ വരും, ഈ പുതിയ ആംഗിളും തീറ്റ വരും. ഓക്കെ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു റിസോൾവ് വെക്ടർ ഇ എ വിത്ത് വൺ കോമ്പണന്റ് ലൈങ് അലോങ് ദിസ് സ്ട്രേറ്റ് ലൈൻ. ഈ വെക്ടർ ഇ എ രണ്ട് റെക്ടാങ്കുലർ കോമ്പണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം. അതിലൊരു കോമ്പണന്റ് ഇതിലെ വരണം. ഒരു വെക്ടറും ഒരു ദിശയ്ക്കും ഇടയിലുള്ള ആംഗിൾ അറിയാമെങ്കിൽ ആ ദിശയിലൂടെയുള്ള കോമ്പണന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഈ വർഷം തന്നെ മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വെക്ടർ ഇ എയുടെ ഈ ദിശയിൽ വരുന്ന കോമ്പണന്റ് വെക്ടർ ഇ എ കോസ് തീറ്റയാണ്. വെക്ടർ ഇ എ കോസ് തീറ്റയാണ്. സിമിലർലി വെക്ടർ ഇ ബിയുടെ ഈ ദിശയിൽ വരുന്ന കോമ്പണന്റ് എത്രയാണ്? വെക്ടർ ഇ ബിയുടെ ഈ ദിശയിൽ വരുന്ന കോമ്പണന്റും കോസ് കോമ്പണന്റ് ആണ്. സോ ഇ ബി കോസ് തീറ്റയാണ്. ഇനി വെക്ടർ ഇ എയുടെ ഇ എ കോസ് തീറ്റ എന്ന് പറയുന്ന വലത്തോട്ടായിട്ട് ചെയ്യുന്ന ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു വെക്ടർ ഉണ്ട്, വിച്ച് ഇസ് എ സൈൻ കോമ്പണന്റ്. അപ്പോൾ അതെങ്ങോട്ടാണ് വരിക? നേരെ മുകളിലേക്ക്. ഈ വരച്ചിരിക്കുന്നതാണ് സൈൻ കോമ്പണന്റ്. അത് ഇത്ര വരെ ഉണ്ടാവും. അതേപോലെ ഈ വലത്തോട്ട് വരയ്ക്കുന്ന വെക്ടർ എത്ര വരെ വരയ്ക്കാൻ പാടും? ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് താഴെയൊരു പോയിന്റ് വരെ വരയ്ക്കാം. നമ്മുടെ സൗകര്യത്തിന് തോന്നിയ മാതിരി വരയ്ക്കരുത്. ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഇതിന് നേരെ താഴെ വരൽ നീളം ഉണ്ടാവാൻ പാടും. സോ ഇ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഈ ദിശയിലുള്ള കോമ്പണന്റ് വെക്ടർ ഇ എ സൈൻ തീറ്റ. വെക്ടർ ഇ എ സൈൻ തീറ്റ. ഇനി അതേപോലെ വെക്ടർ ഇ ബിയുടെ ഇങ്ങോട്ടുള്ള കോമ്പണന്റ് നമ്മൾ വരച്ചു. വെക്ടർ ഇ ബിയുടെ ഈ ദിശയിലുള്ള എന്ന് വെച്ചാൽ ഇ ബി കോസ് തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെക്ടർ ഉണ്ട്. ആ വെക്ടർ അതിന് ഇത്രയും നീളമുണ്ട്. ഇതിന് നേരെ ഇവിടെ വരൽ നീളം ഉണ്ടാവുള്ളൂ. വാട്ട് ഈസ് ദിസ് കോമ്പണന്റ് ഓഫ് വെക്ടർ ഇ ബി? അതിന്റെ വാല്യൂ എത്രയാണ് വരിക? വെക്ടർ ഇ ബി സൈൻ തീറ്റ വരും. വെക്ടർ ഇ ബി സൈൻ തീറ്റ വരും.
ഇതൊക്കെ വെക്ടർ ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡ്, ഇത് വെക്ടർ ഇ എയുടെ മാഗ്നിറ്റ്യൂഡ്, ഇത് വെക്ടർ ഇ എയുടെ മാഗ്നിറ്റ്യൂഡ്, ഇത് വെക്ടർ ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. So we have resolved these two vectors along two mutually perpendicular directions. അപ്പം ഈ പോയിന്റ് പിയിലുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്? പോയിന്റ് പിയിലുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ഇതാണ് മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ദിസ് ഇസ് എ വെക്ടർ സം ഓഫ് വെക്ടർ ഇ എ, വെക്ടർ ഇ എയുടെയും വെക്ടർ ഇ ബിയുടെയും കൂടെ വെക്ടർ സമ്മാണ് ഈ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെക്ടർ ഇ എക്ക് പകരം എന്ത് എഴുതാമെന്ന് ആലോചിച്ചത്? വെക്ടർ ഇ എ അതിന്റെ കോമ്പണന്റുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ വെക്ടർ ഇ എ ഇസ് ഈക്വൽ ടു വെക്ടർ ഇ എ ഇസ് ഈക്വൽ ടു വെക്ടർ ഇ എ കോസ് തീറ്റ പ്ലസ് വെക്ടർ ഇ എ സൈൻ തീറ്റ, രണ്ടിന്റെയും കൂടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. സോ വെക്ടർ ഇ എ കോസ് തീറ്റ, വെക്ടർ ഇ എ കോസ് തീറ്റ, ഇത് മൊത്തത്തിലൊരു വെക്ടറാണ്, പ്ലസ് നമ്മൾ ഇ എക്ക് വരാൻ എഴുതുന്നത് പ്ലസ് വെക്ടർ ഇ എ സൈൻ തീറ്റ, ഇതും ഒരു വെക്ടറാണ്. ഇതിന്റെ ദിശ എങ്ങോട്ടാ വരിക? ഈ ആദ്യ എഴുതിയ വെക്ടറിന്റെ ദിശ എങ്ങോട്ടാ? വലത്തോട്ട്. രണ്ടാമത് എഴുതിയ വെക്ടറിന്റെ ദിശ എങ്ങോട്ടാ? മുകളിലേക്ക്. ആ രണ്ടും കൂടെ കൂട്ടിയാൽ, ഈ രണ്ട് വെക്ടേഴ്സും കൂടെ കൂട്ടിയാൽ പാരലോഗ്രാം അനുസരിച്ച് ഇത് കിട്ടും. അതപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇ ബിക്ക് പകരം എഴുതാം പ്ലസ്, ഈ പ്ലസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, പ്ലസ് ഇ ബിക്ക് പകരം എന്ത് എഴുതാം? ഇ ബിക്ക് പകരം അവിടെയുള്ള മാതിരി തന്നെ ഇവിടെ എഴുതിയ പോലെ തന്നെ കോസ് കോമ്പണന്റ് സൈൻ കോമ്പണന്റ് എഴുതുക, അതിന്റെ സമ്മായിട്ട് എഴുതുക ഇ ബി കോസ് തീറ്റ പ്ലസ് വെക്ടർ ഇ ബി സൈൻ തീറ്റ. ഇതും ഒരു വെക്ടറാണ്, ഇതിന്റെ ദിശ എങ്ങോട്ടാ? താഴേക്കാണ്. ഇതും ഒരു വെക്ടറാണ്, അതിന്റെ ദിശ എങ്ങോട്ടാ? വലത്തോട്ടാണ്. അപ്പൊ ഈ നാല് വെക്ടേഴ്സും കൂടെ, ഈ നാല് കോമ്പണന്റുകളും കൂടെ കൂട്ടിയാൽ ഈ രണ്ട് വെക്ടേഴ്സ് കൂട്ടുന്ന അതേ ഇഫക്റ്റ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഈക്വാലിറ്റി ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യുക, അതോടൊപ്പം ഡയറക്ഷനും കൂടെ കൊടുക്കും. വെക്ടർ ഇ എ കോസ് തീറ്റ വലത്തോട്ടാണ്, വെക്ടർ ഇ ബി കോസ് തീറ്റയും വലത്തോട്ടാണ്. വലത്തോട്ടുള്ള വെക്ടേഴ്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. മുകളിലേക്കുള്ള വെക്ടർ പോസിറ്റീവ് ആണെങ്കിൽ താഴേക്കുള്ള വെക്ടർ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ വെക്ടർ ഇ എ സൈൻ തീറ്റ മുകളിലേക്കാണ്, വെക്ടർ ഇ ബി സൈൻ തീറ്റ താഴേക്കാണ്. അപ്പോൾ ഇത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന് പകരം മൈനസ് സൈൻ കൊടുക്കുക. ഓക്കെ. ഇനി ഈ ഈക്വാലിറ്റി അപ്ലൈ ചെയ്യുക. മോഡുലസ് ഓഫ് ഇ എക്ക് പകരം മോഡുലസ് ഓഫ് ഇ ബിക്ക് പകരം മോഡുലസ് ഓഫ് ഇ എ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എവിടെ ഇത് എഴുതിയ ശേഷം ഇനി എവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബി കാണുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ കൊടുക്കാം. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബിക്ക് പകരം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ എന്ന് കൊടുക്കാം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബിക്ക് പകരം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കൂ, വെക്ടർ ഇ എ കോസ് തീറ്റ പ്ലസ് വെക്ടർ ഇ എ കോസ് തീറ്റ രണ്ടും ഒരേ ദിശയിലുള്ള വെക്ടേഴ്സാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടാൻ പറ്റും. വെക്ടർ ഇ ബി സൈൻ തീറ്റ വെക്ടർ ഇ എ സൈൻ തീറ്റ മൈനസ് വെക്ടർ ഇ എ സൈൻ തീറ്റ, രണ്ടും ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. രണ്ടും ഇ എ സൈൻ തീറ്റ ഇതാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, മറ്റേത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ പോയിന്റ് പിയിലെ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സം എടുക്കുന്ന സമയത്ത് സൈൻ കോമ്പണന്റുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യും. ബാക്കി ആരുണ്ടാവും നോക്കൂ, ഇ എ കോസ് തീറ്റ പ്ലസ് ഇ എ കോസ് തീറ്റ. സോ 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിൽ ബാക്കി. എന്ന് വെച്ചാൽ സൈൻ കോമ്പണന്റുകൾ ക്യാൻസൽ ചെയ്ത് പോകും, കൊസൈൻ കോമ്പണന്റുകൾ മാത്രമാണ് ആഡ് ചെയ്യപ്പെടുക. ഇനി ശ്രദ്ധിക്കൂ, അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന ഈ രണ്ട് കോമ്പണന്റുകളുടെയും കൂടി ദിശ ഏതാ? അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന രണ്ട് കോമ്പണന്റുകളുടെയും ദിശ വലത്തോട്ടാണ്. നമ്മൾ ഈ പോയിന്റിനെ ആർ എന്ന് വിളിക്കുക, ഈ പോയിന്റിനെ ആർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ വെക്ടറിന്റെ ദിശ, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്ങോട്ടാന്ന് വെച്ചാൽ ഫ്രം പി ടു ആർ ആണ്, വലത്തോട്ടാണ് ദിശ. ഓക്കെ. നമ്മളിനി ഈ മോഡുലസ് ഓഫ് ഇ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മളിതിപ്പോൾ നമുക്ക് വെക്ടർ ഇ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇ എ. വെക്ടർ നൊട്ടേഷൻ ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇ എ ഇൻറ്റു കോസ് തീറ്റ. Now substitute the value of magnitude of EA. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. So this is equal to 2 into 1 by 4 pi epsilon 0 q divided by AP squared into ഇനി ആര് ബാക്കിയുണ്ട്? cos theta ബാക്കിയുണ്ട് into cos theta. Now what is AP squared?
എ പി സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ എ പി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എ പി. സോ പൈത്തഗോറസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കി രണ്ട് സൈഡുകളുടെയും സ്ക്വയർ എടുക്കുക എന്നിട്ട് കൂട്ടുക. ഒരു സൈഡ് എ ആണ്, മറ്റേ സൈഡ് നേരത്തെ നമ്മൾ വരച്ചാണ്, മറ്റേ സൈഡ് ഇവിടെ ഒ പി ഈക്വൽ ടു ആർ എന്ന് അടയാളപ്പെടുത്തി. സോ എ സ്ക്വയർഡ് പ്ലസ് ആർ സ്ക്വയർഡ് ആണ് എ പി സ്ക്വയർഡ് എന്ന് പറയുന്നത്. സോ എ പി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. ആൻഡ് സിമിലർലി കോസ് തീറ്റ, ഇവിടെ ഒരു കോസ് തീറ്റ ബാക്കിയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ്, തീറ്റയുടെ ഈ ട്രയാങ്കിളിൽ തന്നെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ പി ആണ്. സോ എ ഡിവൈഡഡ് ബൈ സ്മോൾ എ ഡിവൈഡഡ് ബൈ എ പി, സ്മോൾ എ ഡിവൈഡഡ് ബൈ എ പി എന്ന് വെച്ചാൽ എഒ ഡിവൈഡഡ് ബൈ എ പി. എഒക്ക് പകരം നമ്മളിവിടെ സ്മോൾ എന്ന് കൊടുത്തിരിക്കുന്നത്. നൗ വാട്ട് ഈസ് എ പി? ഈ ഇക്വേഷൻ അനുസരിച്ച് വാട്ട് ഈസ് എ പി? എ പി ഇസ് ഈക്വൽ ടു എ പി സ്ക്വയർഡ് ഇതാണെങ്കിൽ എ പി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് എടുക്കുക എന്നുള്ളത് ഇങ്ങനെയും എഴുതാം, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക എന്നുള്ളതിന് പകരം ഹോൾ ടു ദ പവർ ഓഫ് 1/2 എന്നും കൂടി എഴുതാം, ഹോൾ ടു ദ പവർ ഓഫ് 1/2 എന്ന് എഴുതാം. So this is cos theta is equal to small a divided by a p ക്ക് പകരം ഇത് കൊടുത്തേക്കുക r squared plus a squared whole to the power of 1/2, r squared plus a squared whole to the power of 1/2. ഇനി അതിന്റെ ബാക്കി ഇവിടെ എഴുതാം. Therefore magnitude of electric field at point P is equal to 2 into 1/4 pi epsilon 0 into q divided by a p സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇത് കൊടുത്തേക്കാം r squared plus a squared into cos theta സ്ഥാനത്ത് a divided by r squared plus a squared whole to the power of 1/2, r squared plus a squared whole to the power of 1/2. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 2 into 2 നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് എഴുതാം 1/4 pi epsilon 0 into 2 into a into q divided by ഇത് നോക്കാം. താഴെ എന്തൊക്കെയാണുള്ളത്? എക്സ് റേസ് ടു 1, എക്സിന്റെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം നമ്മൾ എക്സ് കൊടുത്തിരിക്കുന്നത് ഹോൾ ടു ദ പവർ ഓഫ് 1 ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ഇവിടെ വന്നിരിക്കുന്നത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമ്മൾ എക്സ് എടുത്താണ്. സോ എഗെയിൻ ഇതിന്റെ സ്ഥാനത്ത് എക്സ് കൊടുത്തു ടു ദ പവർ ഓഫ് 1/2. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് 1 plus 1/2. 1 plus 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ എക്സ് ടു ദ പവർ ഓഫ് 3/2. ഇനി എക്സിന്റെ സ്ഥാനത്ത് ഇതിനെ കൊടുത്തേക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് കൊടുത്തേക്കുക. So r squared plus a squared whole to the power of 3/2. R squared plus a squared whole to the power of 3/2. Now that is equal to 1/4 pi epsilon 0 into 2aq. 2aq എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ r squared plus a squared whole to the power of 3/2. That magnitude of vector equal equation ആണ്. Therefore what is vector E? വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദിശ കൂടി എഴുതിയാൽ ഇതിന് ശേഷം ഇതിന്റെ ദിശ മാഗ്നിറ്റ്യൂഡായി, ഇതിന് ശേഷം ദിശ കൂടി എഴുതിയാൽ മതി. ദിശ എവിടുന്ന് എങ്ങോട്ടാണ് നോക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇത് ഏത് കോമ്പണന്റ് കൂട്ടിയാൽ മാത്രം കിട്ടുന്നതാണ്. കൂട്ടുന്ന സമയത്ത് സൈൻ കോമ്പണന്റുകൾ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നത് കൊസൈൻ കോമ്പണന്റുകൾ മാത്രമാണ്. ഈ രണ്ട് കൊസൈൻ കോമ്പണന്റുകളുടെയും കൂടെ സമ്മാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് എവിടുന്ന് എങ്ങോട്ടാ? ഫ്രം പി ടു ആർ, പിയിൽ നിന്നും ആറിലേക്ക്, ഫ്രം പി ടു ആർ. ഇനി ശ്രദ്ധിക്കുക, if point P is far away from the midpoint of the dipole, കുറേ ദൂരത്തിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുറേ ദൂരത്തിലാണ് പോയിന്റ് ആർ എന്നുള്ളത് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ എ. ആർ എന്ന് പറയുന്ന ഈ ദൂരം എ എന്ന് പറയുന്ന ഡൈപോൾ ലെങ്ത്തിന്റെ പകുതിയേക്കാൾ വളരെ വളരെ കൂടുതലാണെങ്കിൽ ദെൻ ആർ സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡിന് പകരം നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർഡ് എഴുതാം. എ സ്ക്വയർഡ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, ആർ സ്ക്വയർഡ് എഴുതാം. അപ്പം ഈ ഇക്വേഷൻ എന്താണ്? മാറ്റം വരും. Therefore magnitude of vector E is equal to 1/4 pi epsilon 0 into magnitude of P divided by r square plus a square ന് പകരം r square ന് മാത്രം കൊടുക്കുക
ഹോൾ ടു ദ പവർ ഓഫ് ഇവിടെ 3/2 ഉണ്ട്, 3/2 വന്നു. അപ്പോൾ എന്താ ഇതെങ്ങനെയാണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയേർഡ് ഇൻറ്റു 3/2, ആർ സ്ക്വയേർഡ് ഇൻറ്റു 3/2 വരും. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? മോഡുലസ് ഓഫ് പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ആക്സിയൽ ലൈനിന്റെ മുകളിൽ ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε. ആക്സിയൽ ലൈനിന്റെ മോളായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ 1/4πε0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മോഡുലസ് ഓഫ് പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നായിരുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മുകളിലാവുന്ന സമയത്തുള്ള ഇക്വേഷൻ ഇതാണ്. ഈ രണ്ട് കേസിലും ഇത് ഡെറിവേഷൻ തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിന്റെ മുകളിലൂടെ ആക്സിയൽ ലൈനിലും പാരലായിട്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയ ഇലക്ട്രിക് ഫീൽഡും ആക്സിയൽ ലൈനിന് പാരലായിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആക്സിയൽ ലൈനിന്റെ മുകളിലായാലും പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മുകളിലായാലും രണ്ട് കേസിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ആക്സിയൽ ലൈനിന് പാരലായിട്ടാണ് ഉണ്ടാവുക.